നരേന്ദ്രമോദി ട്രംപ് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് അവിടെ പോയത്, ഇസ്രായേലിൽ പോയത്. അവിടെ പോയിട്ട് ട്രംപിൻ്റെ അഭീഷ്ടമനുസരിച്ചാണ് അദ്ദേഹം എന്ത് ചെയ്ത് നൃത്തം ചവിട്ടിയത്. എത്ര അപമാനകരമാണ്. ജവഹർലാൽ നെഹ്റുവിനെ പോലുള്ള ഒരാൾ പ്രധാനമന്ത്രിയായ രാജ്യത്തിൻ്റെ ഇന്നത്തെ പ്രധാനമന്ത്രി സയനിസ്റ്റ് ഭീകര രാഷ്ട്രമായ ഇസ്രായേലിൽ പോവുക. അത് ട്രംപ് ആഗ്രഹിച്ച തരത്തിൽ അവിടെ നൃത്തം ചവിട്ടുക. അതിൻ്റെയൊക്കെ പിറകിലെ എപ്സ്റ്റീനുമായിട്ടുള്ള ഗൂഢാലോചനകൾ ഉണ്ടായിരുന്നു എന്നാണ്. എപ്സ്റ്റീൻ അനിൽ അംബാനി സംസാരത്തിൻ്റെ, അവരുടെ സംഭാഷണത്തിൻ്റെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുവാണല്ലോ. USA ഇന്ത്യ വ്യാപാര കരാർ വന്നതോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എത്രത്തോളം നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപുമായി വഴങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു തൊഴിലാളി പാർട്ടിയുടെ വക്താവ് എന്ന നിലയിൽ ഈ വ്യാപാര കരാർ നമ്മുടെ ഇന്ത്യയിലെ തൊഴിലാളികളെ ഏത് രൂപത്തിലായിരിക്കും മോശം രൂപത്തിൽ ബാധിക്കുക? ഇന്ത്യയിലെ തൊഴിലാളികളെയും കൃഷിക്കാരെയും അത്യന്തം ഗുരുതരമായി ബാധിക്കുന്നൊരു കരാറാണിത്. ഈ കരാറിൻ്റെ ഒരു സവിശേഷത എന്താണ്? സ്വതന്ത്ര വ്യാപാര കരാർ എന്നാണ് ഇതിൻ്റെ പേര്. എന്ത് സ്വതന്ത്ര വ്യാപാര കരാർ? അമേരിക്കൻ കോർപ്പറേറ്റുകളുടെ, അമേരിക്കൻ ബഹുരാഷ്ട്രക്കുത്തകളുടെ താല്പര്യം അനുസരിച്ചുള്ള കരാറാണ്. ഈ കരാറനുസരിച്ച് ഇന്ത്യയിൽ അമേരിക്കയിലെ വലിയ അഗ്രി ബിസിനസ് കമ്പനികൾ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ കാർഷിക ചരക്കുകളും, അത് ധാന്യങ്ങളാവാം, പഴങ്ങളാകാം, ഡ്രൈ ഫ്രൂട്ട്സ് ആവാം, എല്ലാ കാർഷിക ചരക്കുകളും എന്താണ്, നിർലോഭം, ഉപാധിരഹിതമായി, വ്യവസ്ഥാരഹിതമായി ഒരു നയാ പൈസ തീരുവയില്ലാതെ ഇറക്കുമതി ചെയ്യും. സീറോ ആണ് ഇറക്കുമതി തീരുവ. എന്നാൽ ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ടേക്ക് കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്കോ 18% തീരുവ. അതിൻ്റെ അനന്തരഫലം എന്തായിരിക്കും? തീരുവയില്ലാതെ വില കുറഞ്ഞ് അമേരിക്ക ഉൽപ്പന്നങ്ങൾ നമ്മുടെ വിപണിയിലേക്ക് വന്നാൽ നമ്മുടെ ഗോതമ്പിൻ്റെ സ്ഥിതി എന്താവും? നമ്മുടെ ബാർലിയുടെ, രാഗിയുടെ, നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥാപനങ്ങളുടെ, നമ്മുടെ രാജ്യത്തെ പാവപ്പെട്ട കൃഷിക്കാരുടെ ഗോതമ്പും മറ്റു ധാന്യങ്ങളൊക്കെ എന്താവും സ്ഥിതി? അതിനിവിടെ വിലയുണ്ടാവില്ല. ഇപ്പം തന്നെ വിലത്തകർച്ച മൂലം കൃഷിക്കാർ ആത്മഹത്യ ചെയ്യുകയാണ്. താങ്ങുവില ഏർപ്പെടുത്താൻ, സപ്പോർട്ട് പ്രൈസ് ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാവുന്നില്ല. ആ സമയത്താണ് എന്താണ്, അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ ഒരു വിപണിയായി, അവരുടെ ചരക്കുകൾ ഡംപ് ചെയ്യുന്ന ഒരു കോളനിയായി നമ്മുടെ രാജ്യത്തെ മാറ്റുന്ന ഈ കരാറിൽ നരേന്ദ്രമോദി ഒപ്പിട്ടിരിക്കുന്നത്. അത് ഇന്ത്യയുടെ കാർഷിക മേഖലയെ തീർക്കും. ഇന്ത്യയുടെ ടെക്സ്റ്റൈൽ രംഗം ഉൾപ്പെടെയുള്ള സർവ്വ വ്യവസായ രംഗങ്ങളെയും. ഇതിലൂടെ വരുന്ന എന്താണ്? ഭക്ഷ്യവസ്തുക്കൾ വരുന്നു, കാർഷിക ഉൽപ്പന്നങ്ങൾ വരുന്നു, ഇന്ധനം വരുന്നു. അതിലേറ്റവും ഞെട്ടിപ്പിക്കുന്നതാണ്, റഷ്യയിൽ നിന്ന് നമ്മൾ കുറഞ്ഞ വിലക്ക് ക്രൂഡ് ഓയിൽ വാങ്ങിക്കൊണ്ടിരിക്കുക. ട്രംപ് പറഞ്ഞതനുസരിച്ച് എന്താണ്, റഷ്യൻ ക്രൂഡ് ഓയിൽ നമ്മൾ നിർത്തി. എന്നിട്ടോ അമേരിക്കൻ കമ്പനികൾ വെനിസ്വേലയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ക്രൂഡ് ഓയിൽ നമ്മൾ വാങ്ങിക്കൊള്ളണമെന്നാണ് ട്രംപിൻ്റെ കൽപ്പന. ഇതിനെല്ലാം കീഴടങ്ങിയിരിക്കുകയാണ് നരേന്ദ്രമോദി. ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണോ, അല്ല അമേരിക്കയുടെ ഈ നിയോ ഫാസിസ്റ്റ് വാഴ്ചക്ക് വിനീതമായി കീഴടങ്ങിക്കൊടുക്കുന്ന വെറുമൊരു വർഗീയവാദിയാണോ എന്ന ചോദ്യം ഇന്ത്യൻ ജനതയുടെ മുമ്പിൽ വരികയാണ്. അദ്ദേഹം ട്രംപിന് കീഴടങ്ങുകയാണ്. ട്രംപ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എപ്സ്റ്റീൻ ഫയൽസൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന ചർച്ചകളിൽ ഈ നരേന്ദ്രമോദിയുടെ പേരും പരാമർശിക്കപ്പെട്ടത്. നരേന്ദ്രമോദി ട്രംപ് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് അവിടെ പോയത്, ഇസ്രായേലിൽ പോയത്. അവിടെ പോയിട്ട് ട്രംപിൻ്റെ അഭീഷ്ടമനുസരിച്ചാണ് അദ്ദേഹം എന്ത് ചെയ്ത് നൃത്തം ചവിട്ടിയത്. എത്ര അപമാനകരമാണ്. ജവഹർലാൽ നെഹ്റുവിനെ പോലുള്ള ഒരാൾ പ്രധാനമന്ത്രിയായ രാജ്യത്തിൻ്റെ ഇന്നത്തെ പ്രധാനമന്ത്രി സയനിസ്റ്റ് ഭീകര രാഷ്ട്രമായ ഇസ്രായേലിൽ പോവുക. അത് ട്രംപ് ആഗ്രഹിച്ച തരത്തിൽ അവിടെ നൃത്തം ചവിട്ടുക. അതിൻ്റെയൊക്കെ പിറകിലെ എപ്സ്റ്റീനുമായിട്ടുള്ള ഗൂഢാലോചനകൾ ഉണ്ടായിരുന്നു എന്നാണ്. എപ്സ്റ്റീൻ അനിൽ അംബാനി സംസാരത്തിൻ്റെ, അവരുടെ സംഭാഷണത്തിൻ്റെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുവാണല്ലോ. ആ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. എത്ര അശ്ലീലകരമാണ് നമ്മുടെ രാഷ്ട്രീയ ബിസിനസ് രംഗം എന്നുള്ളതാണ്. എപ്സ്റ്റീൻ അനിൽ അംബാനിയുടെ ടേസ്റ്റ് ചോദിക്കുന്നുണ്ട്. എന്ത് ടേസ്റ്റ്? ലൈംഗിക ആവശ്യങ്ങൾക്കുള്ള സ്ത്രീകൾ ഏതാണ്, ഒരു വെളുത്ത സ്വീഡിഷ് സ്ത്രീയെക്കുറിച്ചൊക്കെ പറയുന്നു, ഇങ്ങനെ പറയുന്നു. ഇന്ത്യയും അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള ബന്ധത്തെ സുദൃഢപ്പെടുത്തുന്നതിൽ ആവശ്യമായ രീതിയിൽ നരേന്ദ്രമോദിയെ തയ്യാറാക്കാനാണ് അനിൽ അംബാനി ഒരു ഇടനിലക്കാരനായി പോകുന്നത്. ഇന്ന് നമ്മളിത് ചർച്ച ചെയ്യുമ്പോൾ ഇന്നലെ നമ്മുടെ പ്രതിരോധ വകുപ്പിൻ്റെ
അക്വിസിഷൻ ബോർഡ് കൗൺസിൽ യോഗം ചേർന്നു. പ്രധാനമന്ത്രി അധ്യക്ഷനാതിൻ്റെ അത് തീരുമാനിച്ചിരിക്കുന്നത് 3.6 ലക്ഷം കോടിയുടെ യുദ്ധോപകരണങ്ങൾ യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ ഇറക്കുമതി ചെയ്യണമെന്നാണ്. ഈ യുദ്ധവിമാനങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ട് ഇറക്കി ചെയ്യുന്നതാണ് ഫ്രാൻസിൽ നിന്ന് റഫാൽ കമ്പനിയുടേതാണ്. അതിൽ പറക്കാൻ തയ്യാറാക്കിയ രീതിയിലുള്ള വിമാനങ്ങൾ ആദ്യം കുറച്ചിറക്കുമതിയും ബാക്കി 96 എണ്ണതാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കും. മെയ്ക്ക് ഇൻ ഇന്ത്യൻസ് ആരായി മെയ്ക്ക് ഇൻ ഇന്ത്യയിൽ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്? അനിൽ അംബാനിയുടെ കമ്പനിയാണ്. അപ്പോൾ ഈ കോർപ്പറേറ്റ് മൂലധന ബന്ധങ്ങൾ, അശ്ലീലകരമായ ഗ്രീൻ റൂം ചർച്ചകൾ, കൊടുക്കൽ വാങ്ങലുകൾ, ഇതെല്ലാം കാണിക്കുന്നത് എന്താണ്? ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യം നമ്മുടെ റിപ്പബ്ലിക്കിൻ്റെ സോവറിൻ താല്പര്യങ്ങളെ പടയപ്പെടുത്തി അമേരിക്കൻ മൂലധന താല്പര്യങ്ങൾക്ക് പിറകെ മുട്ടിട്ടിടയുകയാണ്. അങ്ങനെ മുട്ടിട്ടിടാൻ, തലകുനിച്ച് നിൽക്കാൻ ആവശ്യമായ രീതിയിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള എപ്സ്റ്റീൻ ശൃംഖലകളെ ട്രംപ്, അമേരിക്കൻ ഭരണകൂടം, FBI അതേപോലെ തന്നെ മൊസാദുമൊക്കെ വളരെ സമർത്ഥമായി ഉപയോഗിക്കുന്നു. അതിൻ്റെ ഈ കൈകളിലെ ഒരു കരുവായിട്ട് നമ്മുടേതുപോലുള്ള രാജ്യത്തിൻ്റെ ഒരു പ്രധാനമന്ത്രി അതപ്പതിക്കുന്ന നാണക്കേടിലാണ് നമ്മൾ നിൽക്കുന്നത്. വളരെ 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 പരിതാപകരമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ. സമ്പദ്ഘടനയാകെ തോർക്കും. നമ്മുടെ വ്യവസായ രംഗത്ത് ടെക്സ്റ്റൈൽ രംഗം ഉൾപ്പെടെ ടെക്നോളജി ഇതിലെ പ്രധാനപ്പെട്ട ഇറക്കുമതിയാണ്. അപ്പോൾ ഇവിടെ നിർമ്മിക്കുന്ന പല സാങ്കേതിക വിദ്യകളും എന്താണ്? അത് ഇവിടെ ഇനി പ്രവർത്തിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അമേരിക്കയിൽ നിന്ന് വളരെ കുറഞ്ഞ വിലക്ക് അതൊക്കെ ഇവിടെ ഇറക്കുമതി ചെയ്യപ്പെടും. ഇപ്പോൾ ഇന്ത്യൻ പരുത്തിയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനം. ഇപ്പോൾ ബംഗ്ലാദേശൊക്കെ ഇന്ത്യയിൽ നിന്നാണ് പരുത്തി കയറ്റുമതി ചെയ്യുന്നത്. ഇപ്പോൾ അമേരിക്കയുമായി ഉണ്ടായിരുന്ന കരാർ അനുസരിച്ച് ബംഗ്ലാദേശിന് എന്താണ്? അമേരിക്ക പരുത്തി കൊടുക്കും. എന്നിട്ട് എന്താണ്? അത് ഉപയോഗിച്ച് അവരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ അമേരിക്ക തന്നെ സ്വീകരിക്കും. അങ്ങനെ വരുമ്പോൾ എന്താണ്? ഇന്ത്യയുടെ ടെക്സ്റ്റൈൽ രംഗം, ഇന്ത്യയുടെ പരുത്തി കൃഷിക്കാർ ഒക്കെ വലിയ പ്രതിസന്ധിയിലേക്ക് പോകും. ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഡിജിറ്റൽ കമ്പനികൾക്കുള്ള സേവന നികുതികൾ ഒഴിവാക്കി കൊടുക്കണം എന്ന് പറഞ്ഞാൽ അമേരിക്കൻ കമ്പനികൾക്ക് യാതൊരുവിധ തടസ്സവുമില്ലാതെ ഒരു ചുങ്കോ ഒരു നികുതിയും കൊടുക്കാതെ ഇവിടെ പ്രവർത്തിക്കാനുള്ള അവസരമാണ്. അപ്പോൾ നമ്മുടെ കൃഷി തൊട്ട് IT വരെയുള്ള സമസ്ത ഉൽപ്പാദന മണ്ഡലങ്ങളെയും സമസ്ത സമ്പത്തുൽപാദനത്തിൻ്റെ മേഖലകളെയും ഗുരുതരമായി ബാധിക്കുന്ന വലിയ ആഘാതമുണ്ടാക്കുന്നതാണ്. ജനങ്ങളുടെ പരമ്പരാഗതമായ ജീവനോപാധി, ഭൂമി, കൃഷി ഉൾപ്പെടെയുള്ള ജീവനോപാധികളിൽ നിന്ന് അവരെല്ലാം പിടിതെറിയപ്പെടുന്നതിലേക്കാണ് ഈ കരാർ കൊണ്ടുചെന്നെത്തിക്കുക. എന്നാൽ തങ്ങളുടെ സമയത്തിന് വളരെ നന്ദി. യെസ്.